നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ആ വിൽപത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആ മുത്തശ്ശി സംശയമുണ്ട്. അവർക്ക് പണ്ടേ എന്നോടത്ര രസമില്ലാത്തതുകൊണ്ട് തുറന്നങ്ങോട്ട് ചോദിക്കാനൊരു മടിയാ. കിഴവി കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുകയാണെങ്കിലും സുമംഗലിക്കും മേലെ അവസാന വാക്ക് അവരുടേതാണല്ലോ. നിന്നോടങ്ങനെ അകൽച്ചുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പോകുമ്പോഴൊക്കെ ഗിരിജ വന്നില്ലേന്ന് ചോദിക്കും. ചോദ്യങ്ങളുടെ കനത്തിലാ അതിന്റെ അർത്ഥം. ഏതായാലും ഞാൻ അവരെ ഒന്ന് കാണുന്നുണ്ട്. ഈ വിൽപത്രത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മരുവത്തൂർ വിശ്വനാഥൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയണമല്ലോ. ഈ കോടികളുടെ സ്വത്ത് അനുഭവിക്കാനുള്ള വിധി നമുക്ക് കാണില്ല. മുത്തശ്ശി പറയുന്ന പോലെ കൊതിച്ചതെല്ലാം കിട്ടണമെന്നില്ലല്ലോ. കൊതിച്ചതും വിധിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ. പക്ഷേ ആ ദർശനയും അവളുടെ അനിയത്തിയും അതനുഭവിക്കരുത്. അങ്ങനെ സംഭവിച്ച നാളെ നമ്മുടെ മക്കളെ അവളുടെ ആശ്രിതരായിട്ട് ഇവിടെ കഴിയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ആ ആട്ടക്കാരി ദർശനം അറിയാതെ ഇങ്ങനൊരു വിൽപത്രം ഉണ്ടാവില്ല. അതെ, അവളാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിവ് സഹിതം നമുക്ക് സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യിക്കാൻ ഒരു മാർഗേയുള്ളൂ. ആരുടെ പേർക്കാണോ അധികം അവകാശം എഴുതി വെച്ചിരിക്കുന്നത് അവളില്ലാതാവണം. ചെവിക്ക് ചെവി അറിയാതെ അവളെ വെള്ള പുതപ്പിച്ച് കിടത്തണം.